പി ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇവർ പാർട്ടി ഓഫീസിലായിരുന്നു ഇവരുടെ താവളം. ഈ കൊലപാതകം എന്ന് പറയുന്നത് അതൊരു ഹരം ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഇയാളെന്നാണ് അവിടുത്തെ പാർട്ടി അണികൾ തന്നെ പറയുന്നത്. ഈ സെൽഫ് ഡിഫൻസ് ടീമിലുള്ള ഈ ചെറുപ്പക്കാർ സഹാക്കളായിട്ടുള്ള പിള്ളേരെ വാളും കൊടുത്തിട്ട് ഈ ആടിനെ വെട്ടാനിട്ട് ഓടിച്ചിട്ട് ഇവർ വാളുമായിട്ട് പോയി ഈ ആടിനെ വെട്ടി കൊല്ലുകയും ആടിൻ്റെ ചോര ഇവരുടെ ശരീരത്തിൽ തെറിച്ചു വീഴുകയും വേണം. ആ ചെലവ് ഇങ്ങനെ സ്വർണം പൊട്ടിക്കുന്നതിൽ നിന്ന് ഒരു പങ്കായിട്ട് അവർ പാർട്ടിക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. കഴിഞ്ഞ 2-3 ദിവസങ്ങൾ CPM-ന്റെ ഒരു ഗുണ്ടയായ അർജുൻ ആയങ്കിക്ക് പിന്നാലെയായിരുന്നു കേരള പോലീസും മാധ്യമപ്രവർത്തകരും. അർജുൻ ആയങ്കി പെട്ടെന്നൊരു ദിവസം ഉണ്ടായി വന്ന ഒരു വ്യക്തിയല്ല. അർജുൻ ആയങ്കിക്ക് വിത്ത് മുളപ്പിച്ച് അതിന് വെള്ളവും വളവും നൽകി വളർത്തിക്കൊണ്ടുവന്നത് CPM എന്ന പാർട്ടിയും പാർട്ടിയിലെ നേതാക്കളുമാണ്. എങ്ങനെയാണ് ഈ അർജുൻ ആയങ്കി, അയാൾക്ക് വളരെ ചുരുങ്ങിയ പ്രായമേ ഉള്ളൂ, പക്ഷേ അയാൾ ചെയ്ത കുറ്റകൃത്യങ്ങൾ, അതിൻ്റെ തീവ്രത, അതിൻ്റെ എണ്ണം, അയാളുടെ പ്രവൃത്തി, വെല്ലുവിളി, ഇതെല്ലാം ഭീഷണി ഉയർത്തുന്നതാണ്. എങ്ങനെയാണ് ഈ അർജുൻ ആയങ്കിക്ക് ഇത്രയധികം ധൈര്യം ഇപ്പോഴും കിട്ടുന്നത്? ഇയാളുടെ പിന്നിലാരാണ്? ഇയാളെ വളർത്തിക്കൊണ്ടുവന്നത് ആരായിരിക്കും? അല്ല, അതിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഈ ചില കോണുകളിൽ നിന്ന് വരുന്നൊരു അഭിപ്രായം എന്ന് പറയുന്നത് ഇത് അർജുൻ ആയങ്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു CPM ഗുണ്ടയെ പിന്നെ പിടിക്കാൻ ഇത്ര വലിയ സന്നാഹങ്ങളുടെയും അതിൻ്റെയൊക്കെ കാര്യം ഉണ്ടായിരുന്നു, ഇത്ര അയാളുടെ പുറകിൽ ഓടി നടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള നിലയിലുള്ള ചില വാദങ്ങൾ വരുന്നുണ്ട്. ആ വാദങ്ങളൊക്കെ തീർത്തും അടിസ്ഥാനം ചെയ്താണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. കാരണം ഇവിടെ ഒരു ഗുണ്ട, ഒരു സ്വർണം പൊട്ടിക്കൽ കേസിലെ പ്രതി, നിരന്തരമായി പോലീസ് ഓഫീസർമാർ മുതൽ ആഭ്യന്തരമന്ത്രിയെ വരെ നിരന്തരം വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു ആദ്യത്തെ സംഭവമല്ല. അപ്പം അതുകൊണ്ട് തന്നെ അയാളെ പിടിക്കാൻ ഇത്ര വലിയ സന്നാഹം ഉപയോഗിച്ചു എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തെറ്റുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, ഇയാൾക്ക് ഈ പാർട്ടി അണികളിൽ നിന്ന് കിട്ടുന്ന അഭൂതപൂർവമായിട്ടുള്ള പിന്തുണ, അത് ഇതുവരെ ഉണ്ടാവാത്ത ഒരു സംഭവ വികാസമാണ്. കാരണം ഇയാളൊരു സ്വർണം പൊട്ടിക്കൽ കേസിൽ പ്രതിയാണ് എന്നുള്ളതറിയാം. ഇയാൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മുതൽ ആഭ്യന്തരമന്ത്രി വരെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നറിയാം. അങ്ങനെയെല്ലാം അറിഞ്ഞിട്ടും അയാൾക്ക് അനുകൂലമായി പരസ്യമായി പോസ്റ്റുകളും കമൻറ്റുകളും ഒന്ന് വിടാനായിട്ട് 10,000-കണക്കിന് ആളുകൾ വരുന്നു എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ശൈലിയാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം. കാരണം അയാൾ കേസിലെ പ്രതിയല്ലെന്നോ അല്ലെങ്കിൽ അയാൾ നിരപരാധിയാണെന്നോ ഒരാൾക്കും ഒരു വാദവുമില്ല. അയാൾ കേസിലെ പ്രതിയാണ്, അയാൾ നിരപരാധിയല്ല. അയാൾ സ്വർണം പൊട്ടിക്കൽ കേസിലെ പ്രതിയാണ്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയാണ്, അയാൾ പ്രതിയാണ്, ഗുണ്ടയാണ്. അയാൾക്ക് 23 കേസുകളുണ്ടായി പോലും. ഇതെല്ലാം അറിയാമായിരുന്നിട്ട് പോലും അയാളെ പരസ്യമായി പിന്തുണയ്ക്കുന്നതിൽ ഒരു ലജ്ജയും ഒരു ഉളുപ്പും 10,000-കണക്കിന് പേർക്കില്ലെന്നും അതിൽ ബഹുഭൂരിപക്ഷവും CPM-ന്റെ അണികളാണ് എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും ഒരു സംശയവുമില്ല. ബഹുഭൂരിപക്ഷമല്ല, അതിൻ്റെ മുഴുവനും CPM-കാരാണ് മുഴുവൻ. ഇനി CPM നേതാക്കളുടെ ഇതിനോടുള്ള പ്രതികരണം നമ്മൾ നോക്കിയേ. CPM നേതാക്കൾ, ഇപ്പോൾ പിണറായി വിജയൻ മുതൽ ഉള്ള നേതാക്കന്മാർ അവനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എന്നത് ശരിയാണ്, തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, അത് സമൂഹത്തെ ബോധ്യപ്പെട്ടു. പക്ഷേ ആ തള്ളിപ്പറയലെന്ന് പറഞ്ഞ് തികച്ചും സാങ്കേതികമാണ്. ഇപ്പം ആയങ്കിക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നതിന് ഞങ്ങളെതിരല്ല എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. ആയെങ്കിൽ അവനാരാണ് എന്നും പറഞ്ഞിട്ട് EP ജയരാജൻ പോകുന്നു. MP ജയരാജൻ വന്നിട്ട് അവനെ തൂക്കണം എന്ന് പറഞ്ഞിട്ട് പോകുന്നു. യഥാർത്ഥത്തിൽ ഈ നേതാക്കന്മാർ ഇങ്ങനെയാണോ ഒരു കൊടും ക്രിമിനലിനെതിരായി പ്രതികരിക്കേണ്ടത്? അല്ല. അപ്പം അതുകൊണ്ട് തന്നെ അവിടെയും ചില ദുരൂഹതകളുണ്ട്. ഇപ്പം എതിർത്തോന്ന് ചോദിച്ചാൽ എതിർത്തു എന്ന് വരുത്തി അങ്ങ് ഒഴിവാക്കി കളം വിടുകയാണ്. അടുത്തത് എന്താണ്? അടുത്തത് ഇവനെയും ഇവനെ പോലുള്ള മറ്റു ഗുണ്ടകളെയും ഒക്കെ വളർത്തി വലുതാക്കിയതെന്നും അവരുടെ സഹായം വാങ്ങിയതെന്നും ആരോപണമുള്ള P ജയരാജൻ ഇന്നീ നിമിഷം വരെ ഇവനെ തള്ളി പറഞ്ഞിട്ടില്ല. ആ പടയാളുടെ ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള എന്താണ്? ഇയാളും പിന്നെ ഈ ജയരാജനും ഇവനും കൂടെ P ജയരാജനും ഇവനും കൂടെ നിൽക്കുന്ന ഒരു വ്യാജ ഫോട്ടോ വന്നു. ആ വ്യാജ ഫോട്ടോയെ അയാൾ
തള്ളിക്കളഞ്ഞിട്ടുണ്ട്, അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അയാളാണ് ഇവനെ വളർത്തിക്കൊണ്ടുവന്നതെന്നുള്ള പ്രചരണം നടത്തുന്നവർക്കെതിരെയല്ലേ അയാൾ നിയമ നടപടി സ്വീകരിക്കേണ്ടത്. അയാൾ നിയമ നടപടി സ്വീകരിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ഇവനൊരു കള്ളനാണ്, ഇവനൊരു പ്രതിയാണ്, ഇവൻ സമൂഹത്തിന് ഭയങ്കര അപകടകാരിയാണ്, സാമൂഹിക വിപത്താണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവനെയൊക്കെ അറസ്റ്റ് ചെയ്ത് അകത്താക്കണമെന്ന് പത്രസമ്മേളനം നടത്തി പറയേണ്ട ആളല്ലേ പി ജയരാജൻ. അയാളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമിട്ടിട്ട് പോവുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 3 സംഭവവികാസങ്ങൾ: ഒന്ന്, ഇവനെ 10,000-കണക്കിന് പേര് ഇവനെ പിന്തുണയ്ക്കുന്നത്; 2, CPM നേതാക്കന്മാരൊക്കെ ഇവനെതിരെ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വരുത്തിയിട്ട് കളം വിട്ട് പോകുന്നത്; 3, പി ജയരാജൻ ഇവനെ എതിർത്ത് സംസാരിക്കാം. ഇത് 3ഉം കൂടെ ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇവനും ഇവനെ പോലെയുള്ള ഗുണ്ടകളുമൊക്കെ CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ സൃഷ്ടിയാണ് എന്നുള്ളതാണ്. ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഇതുപോലെ വന്നിട്ടില്ല. ഇതുപോലത്തെ സംഭവവികാസങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഇതുപോലെ നേരത്തേക്കാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇവൻ അനുകൂലമായി പോസ്റ്റ് ഇടുന്നതിനെതിരെല്ലാം CPM നടപടി എടുക്കേണ്ടതല്ലേ? അതെ. അതിനകത്ത് 99% CPM-കാരാണ്. ശരിക്കും പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ഇതുപോലൊരു പ്രതിയെ പിന്തുണയ്ക്കാൻ ഒരു CPM-കാലം പോലും തയ്യാറാവില്ല. അങ്ങനെ തയ്യാറായാലും അവൻ അപ്പം പാർട്ടിക്ക് പുറത്താണ്. മനസ്സിലാവും. ആ സ്ഥാനത്ത് ഇവനൊരു കൊടും ക്രിമിനലാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഇവൻ സാധാരണ താഴെത്തട്ടിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുതൽ ആഭ്യന്തരമന്ത്രിയെ വരെ പരസ്യമായി വെല്ലുവിളിക്കുന്നവനാണെന്ന് അറിഞ്ഞിട്ട് പോലും 10,000-കണക്കിന് പാർട്ടി അണികൾ ഇവനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോഴത്തേക്കും അവർക്ക് ആർക്കും എതിരെ നടപടിയെടുക്കാൻ CPM തയ്യാറാവുന്നില്ല. തള്ളി പറയുന്നത് അല്ല, അങ്ങനെ ചെയ്യരുത്, പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കും, അതുപോലും പറയുന്നില്ല. പാർട്ടിയുടെ സമുന്നത നേതാക്കന്മാരാവട്ടെ ഇവനെ പേരിന് ഞങ്ങളൊന്നാ പി ജയരാജൻ ചോദിക്കുന്നത്, അവനാരാ ആയെങ്കിൽ അവനാണ് പാർട്ടി എന്ന് പറയുന്നത്. അങ്ങനെ അവനാണ് പാർട്ടി എന്ന് എങ്ങനെ പറയുന്നത്? അതിപ്പോൾ ഞങ്ങളല്ല വേറെ ആരെങ്കിലും പാർട്ടി എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോകുന്നു. പി ജയരാജൻ പോലും 1-2 കാര്യങ്ങൾ ഒക്കെ പറഞ്ഞിട്ട് പോകുന്നു. മനസ്സിലായോ? അപ്പം ഇതിൽ നിന്നൊക്കെ വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം, CPM-ന്റെ ഉൽപ്പന്നങ്ങളാണ്. CPM വളർത്തി, ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ വിത്തിട്ട് വെള്ളമൊഴിച്ച് വളർത്തി വലുതാക്കിയ ഒരു സംവിധാനങ്ങളാണ് ഈവനും ഈ ആകാശ് തില്ലങ്കേരി എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ, ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇത് CPM-ന്റെ നേതാക്കന്മാരുടെ ഉൽപ്പന്നമാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? മനു തോമസ് എന്ന് പറഞ്ഞൊരു നേതാവുണ്ട് കണ്ണൂർ. ദീർഘകാലം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. ഏതോ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു കുറേ കാലം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ ദീർഘകാലം പ്രതിനിധിയായിരുന്ന ഒരു മനു തോമസ് ഉണ്ട്. അയാളിപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയി. അയാളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. ആ പോസ്റ്റിൽ വളരെ വ്യക്തമായി അയാൾ പറയുന്നുണ്ട് ഇത് പി ജയരാജന്റെ സൃഷ്ടിയാണ്. അയാൾ മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ, അത് പാർട്ടിക്ക് വേണ്ടി. ഇപ്പൊ അയാൾ പറഞ്ഞു പി ജയരാജനാണ് സൃഷ്ടിച്ചത്. പി ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇവർ പാർട്ടി ഓഫീസിലായിരുന്നു ഇവരുടെ താവളം എന്നുവരെ മനു തോമസ് പറഞ്ഞിരിക്കുന്നു. എന്ന് മാത്രമല്ല, അന്ന് പാർട്ടി നേതാക്കന്മാർക്കൊക്കെ സുരക്ഷ ഒരുക്കാനെന്നൊക്കെ പറഞ്ഞ് പാർട്ടി നേതാക്കന്മാരുടെ കൂടെ ഇവരെ വണ്ടി കയറ്റി വിടുമായിരുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ മനു തോമസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നു. അത് ഇതുവരെ നിഷേധിക്കപ്പെട്ടിട്ടില്ല. അത് ഇതുവരെ ഒരു CPM നേതാവ് നിഷേധിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയാണ്, എന്താണ്, ഇയാളാണ് ഇതിനെ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്, പാർട്ടിയാണ് വളർത്തിക്കൊണ്ടു. ഇനി ഞാനതിൻ്റെ ഒരു കൃത്യമായിട്ടൊരു നഖചിത്രം ഞാൻ പറയാം. അതായത് 2012 മുതൽ 2019 വരെ കണ്ണൂർ ജില്ലയിൽ സെക്രട്ടറിയായി പാർട്ടിയുടെ CPM-ന്റെ സെക്രട്ടറി ആയിരുന്നു പി ജയരാജൻ. പി ജയരാജനെ കണ്ണൂരിലുള്ള പാർട്ടികൾ തന്നെ പറയുന്ന ഒരു രക്തദാഹി എന്നാണ് പറയുന്നത്. ഈ കൊലപാതകം എന്ന് പറയുന്നത് അതൊരു ഹരം ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഇയാളെന്നാണ് അവിടുത്തെ പാർട്ടി അണികൾ തന്നെ പറയും. നമ്മളല്ല, പാർട്ടി അണികൾ തന്നെ പറയും. അയാൾ അവിടെ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പം അയാൾ ഡെവലപ്പ് ചെയ്ത ഒരു സംവിധാനമുണ്ട്, ഒരു സ്പെഷ്യൽ സെൽഫ് ഡിഫെൻസ് എന്നാണ് SD, സെൽഫ് ഡിഫെൻസ് ടീം എന്ന് പറഞ്ഞാൽ ഈ കൊലപാതകം നടത്താൻ അല്ലെങ്കിൽ കൊലപാതകത്തിനോടുള്ളൊരു ചലിപ്പ് മാറ്റാനും ചെറുപ്പക്കാരായിട്ടുള്ള പാർട്ടിക്കാരെ പരിശീലിപ്പിക്കുന്ന ഒരു പരിപാടി അയാൾ അവിടെ ആരംഭിച്ചു. അതാണ് ഈ സെൽഫ് ഡിഫെൻസ്. അതിൻ്റെ പേരാണ് സെൽഫ് ഡിഫെൻസ്. അതായത് 15, 16 വയസ്സ് 17 വയസ്സൊക്കെ ഉള്ള ചെറിയ പാർട്ടിക്കാരെ പിള്ളേരെ സെൽഫ് ഡിഫെൻസ് ടീമിലേക്ക് എടുക്കും.
അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ അവിടെ കല്യാശ്ശേരി അതുപോലെ കണ്ടുള്ള സ്ഥലത്തൊക്കെ ഒരുപാട് ഈ വിജനമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഒരുപാട് സ്ഥലമുണ്ട്. ആ സ്ഥലങ്ങളിൽ വെച്ച് ഞങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോയെങ്കിലും ഞാൻ കേട്ട കാര്യം ഞാൻ പറയാം. അവിടെ ഇതുപോലെ പിള്ളേരെ റിക്രൂട്ട് ചെയ്തിട്ട് ഈ വലിയ മുട്ടനാടുകളെ അവിടെ പിന്നെ വിജനമായ സ്ഥലത്തേക്ക് അഴിച്ചു വിട്ടിട്ട് ഈ സെൽഫ് ഡിഫൻസ് ടീമിലുള്ള ഈ ചെറുപ്പക്കാർ സഹാക്കളായിട്ടുള്ള പിള്ളേരെ വാളും കൊടുത്തിട്ട് ഈ ആടിനെ വെട്ടാനിട്ട് ഓടിച്ചിട്ട് ഇവർ ഈ വാളുമായിട്ട് പോയി ഈ ആടിനെ വെട്ടി കൊല്ലുകയും ആടിൻ്റെ ചോര ഇവരുടെ ശരീരത്തിൽ തെറിച്ച് വീഴുകയും വേണം. എന്നിട്ട് പിന്നെ അവർ പോയി കുളിച്ച് മനസ്സിലായി. അപ്പം ഇതിലൂടെ ഈ കൊലപാതകം ചെയ്യാനുള്ള അവരുടെ ഒരു അറപ്പും മടിയും പേടിയും ഇതിന് സമാന്തരമായിട്ട് RSSും ഇതുപോലുള്ള പണികൾ ചെയ്യുന്നുണ്ട്. അവർ പിന്നെ എങ്ങനെ ചെയ്യുന്നു പറഞ്ഞാൽ ഇങ്ങനെ ചോര തെറിച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും പൂജയോ പ്രാർത്ഥനയോ ഒക്കെ നടത്തിയിട്ട് പരിശുദ്ധരായിട്ട് അവർ എഴുന്നേറ്റ് പോകും. മനസ്സിലായി. അപ്പോൾ ഇത് CPM കണ്ണൂർ ചെയ്യുന്നതിന് തത്തുല്യമായിട്ട് RSകാരും ചെയ്യുന്നത് തന്നെയാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊലയാണല്ലോ അവിടെ നടക്കുന്നത്. അപ്പോൾ രണ്ടും അങ്ങനെ തന്നെ. RSകാർ ഇതിനേക്കാളും അല്ല. ഇതിപ്പോ ഞാൻ പറഞ്ഞതും കണ്ടതല്ലോ. അവിടെ ഒരു പറഞ്ഞു കേട്ടോ, ഇതും പറഞ്ഞു കേട്ടതാ. അവിടെ ഒരു 200ഓളം CPIക്കാരെ RSകാരും കഷ്ണമായിട്ട് വെട്ടി കൊന്നിട്ടുണ്ട്. SDPIയുടെ ഒക്കെ വിട്. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഉദാഹരണ സഹിതം പറയാൻ പോവാ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റില്ല. ഞാനത് പറയാൻ പോവാ. അതായത് സുമേഷ് എന്നും പറഞ്ഞു. സുമേഷ് എന്നായിരുന്നു അവന്റെ പേരെന്ന് എനിക്ക്, നിങ്ങളുടെ പേര് തന്നെ ആയിരുന്നു എനിക്ക് തോന്നുന്നു. SFIയുടെ സംസ്ഥാന നേതാവിനെ ഈ മീൻ വറക്കുന്ന പോലെ 15 ആയിട്ട് വെട്ടി കൊന്നിട്ടുണ്ട്. ആര്? RSകാർ. മനസ്സിലായില്ലേ? അതൊക്കെ കൊന്നതല്ലെന്ന് പറഞ്ഞില്ലല്ലോ. അല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഈ രാഷ്ട്രീയ കൊലപാതകം RSSകാർ എങ്ങനെ ചെയ്യുന്നോ അതുപോലെ തന്നെ CPMും തിരിച്ചു ചെയ്യുന്നു. മനസ്സിലായില്ലേ? RSകാർ 10 കഷ്ണമായിട്ട് വെട്ടുമെങ്കിൽ CPMകാർ 12 കഷ്ണമായിട്ട് വെട്ടും. ഇതാണ് കണ്ണൂരിൽ നടന്നിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞത് കേക്ക്. ഞാൻ പറഞ്ഞത് കേക്ക്. ഞാൻ ഇതിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. 400 കൊലപാതകങ്ങൾ RSSകാർ അങ്ങോട്ട് നടത്തിയതും CPMകാർ ഇങ്ങോട്ട് നടത്തിയതും പറഞ്ഞ് ഞാൻ റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ RSSകാർ കൊല്ലുന്നത് പോലെ തന്നെ CPMകാരും കൊല്ലുക. മനസ്സിലായോ? RSSകാർ CPMകാരെ എങ്ങനെ കൊല്ലുന്നു അതുപോലെ തന്നെ CPMകാർ RSകാരെ കൊല്ലണം. അതിനകത്ത് RSSും CPMും ഒരു നാണയത്തിന്റെ 2 വശമാണ് കണ്ണൂരിൽ. മനസ്സിലായി? ആയിക്കോട്ടെ എന്നല്ലാണ്. അപ്പം ആ RSSകാർക്ക് തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യുവമാരി ആടിന്റെ പുറകെ വിടുന്നത്. ഈ ആടിന്റെ പുറകെ വിടുന്ന പണി അവന്മാർക്കും ഉണ്ട്. മനസ്സിലായി? അപ്പം അതിന് നമുക്ക് പിന്നെ അടിക്ക് തിരിച്ചടി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ജയരാജൻ ഈ പണി അവിടെ ചെയ്യുന്നത്. അപ്പുറത്ത് പിന്നെ ജയരാജനെ പോലെ തന്നെ അപ്പുറത്ത് വത്സൻ തില്ലങ്കേരി ഉണ്ട് RSSന്. ഇതേ പണി തന്നെ അയാളും അവിടെ ചെയ്യുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ളൊരു മത്സരമാണ് അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ പിള്ളേരെ പരിശീലിപ്പിച്ച് കൊണ്ടുവന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് എല്ലാ ജില്ലകളിലും ഇതുപോലുള്ള ടീമുകൾ ജയരാജൻ ഉണ്ടാക്കിയിട്ടുണ്ട്. RSSന് പോലെ തന്നെ ടീമുണ്ട് എല്ലാ ജില്ലയിലും. അവരാണ് എല്ലാ ജില്ലയിലും ഇത് ചെയ്യുന്നത്. CPMന് വേണ്ടി ഞാൻ പറഞ്ഞോട്ടെ. സാറിനെ പോലുള്ള സമൂഹം വിശ്വാസത്തിലെടുക്കുന്ന കുറെ പേരുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം. ഇപ്പൊ സാറ് ഇതിനെ പറയുന്നുണ്ട്, CPM ചെയ്യുന്നുണ്ട്, RSS ചെയ്യുന്നുണ്ട്. അപ്പൊ SDPI മാത്രം ഒഴിവാക്കി പോകില്ല. നിങ്ങൾ എന്തിനാണ് ഈ SDPI ഇവിടെ കൊണ്ടുവരുന്നത്? ഞാൻ SDPI അനുകൂലിച്ചിട്ടില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ എനിക്ക് മറുപടി പറഞ്ഞേ പോവുള്ളൂ. നമ്മൾ RSSും CPMും തമ്മിലുള്ള കണ്ണൂരിലത്തെ കൊലയ്ക്ക് കൊല എന്ന് പറയുമ്പോൾ SDPI ഞാൻ എന്തുകൊണ്ട് വിമർശിച്ചില്ല എന്നുള്ളത് അത് അബദ്ധമാണ്. ഞാൻ പറഞ്ഞുതരാം. മറുപടി ഞാൻ പറഞ്ഞു പോകാം. അതുകൊണ്ട് ഞാൻ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് RSSും CPMും RSSും ആണ്. മനസ്സിലായില്ലേ? കണ്ണൂർ ജില്ലയിൽ CPMും RSSും CPMും ഉള്ളൂ. SDPI കണ്ണൂരിൽ ഇല്ല. മനസ്സിലായില്ലേ? ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ എന്നെ നമ്മുടെ വിഷയത്തിലില്ലാത്ത വിഷയം എടുത്തിട്ട് ഞാനെന്തോ SDPI വെള്ളപൂശിയെന്നൊന്നും പറഞ്ഞ് പറയരുത്. സുഹൃത്തെ, ക്രൂരമായ ഒന്നുമല്ല. ഈ ക്രൂരമായ കൊലപാതകങ്ങൾ SDPIയും RSSും CPMും കൃത്യമായി ചെയ്യുന്ന ഒരേ ക്രൂരതയാണ്. വേണ്ടെന്നല്ല, അത് തന്നെയാണ്. കൊടും ക്രൂരതയാണ് ഇവർ 3 പേരും ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞില്ലേ കുട്ടനാടുണ്ടായ കൊല. കുട്ടനാട് എന്താ ചെയ്തത്? RSകാരുടെ തല വെട്ടി കൊണ്ടുവന്ന് വെച്ചു. ഇത് തന്നെയാണ് SDPI കാര്യം ചെയ്യുന്നത്. ആലപ്പുഴ, കുട്ടനാട്, മങ്കൊമ്പില് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. രഞ്ജിത്ത് ശ്രീനിവാസന്റെ അത് പിന്നീട് അതിനൊക്കെ 80കളിൽ അന്നൊക്കെ നിങ്ങൾ കൊച്ചു കുഞ്ഞായിരിക്കും. ആ കാലഘട്ടത്തിൽ മങ്കൊമ്പിൽ ഒരു RSSകാരൻ്റെ തല പിന്നെ അതോ ഇനി CPMകാരാണെന്നറിയില്ല, തല വെട്ടി വെച്ചിരുന്നു അവിടെ. മനസ്സിലായി? അപ്പോൾ ഈ തല വെട്ടി വെക്കൽ, ഈ കഷ്ണമായി വെട്ടിക്കൊല്ലൽ, മുഖത്ത് പിന്നെ 51 വെട്ടൽ, ഈ രഞ്ജിത്ത് ശ്രീനിവാസനെ പോലെ കൊല്ലൽ, ഇതെല്ലാം SDPIയുടെയും RSSന്റെയും CPMന്റെയും ഒരേ തരത്തിലുള്ള പണികളാണ്.
മനസ്സിലായോ? അംഗീകരിക്കുന്നു. അപ്പം നമ്മൾ RSSും CPM-ഉം തമ്മിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ SDPIയെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത്? അത് അബദ്ധമാണ്. അല്ല, അത് അബദ്ധമാണ്. കാരണം നമ്മൾ RSS CPM തമ്മിലുള്ള തർക്കമാണ് പറയുന്നത്. അവിടെ SDPIയെ കൊണ്ടുവരരുത്. SDPIയുടെ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യാം. അത് എനിക്ക് പറയാനുണ്ട്, അവിടെ നിൽക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അപ്പുറത്ത് വത്സൻ തില്ലങ്കേരി, ഇപ്പുറത്ത് P ജയരാജനിൽ നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇങ്ങനെ കുറേ പിള്ളേരെ പരിശീലിപ്പിച്ചു. എല്ലാ ജില്ലയിൽ നിന്നും കുറേ പിള്ളേരെ പരിശീലിപ്പിച്ച് വന്നപ്പോഴാണ് പിണറായി വിജയനും ഒരു M എന്ന് പറഞ്ഞൊരുത്തൻ, ഇവിടെ പിണറായി വിജയൻ അവന് 4 ഏക്കർ സ്ഥലം കൊടുത്തു. ശ്രീ M, അവന് RSS ആണ്. അവനെ കൊണ്ടുവന്നിട്ട് ഈ M-ഉം ഈ പിണറായി വിജയനും കൂടി RSSും CPM-കാരും തമ്മിൽ വേണ്ട, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലണ്ട എന്ന് തീരുമാനിച്ചു. മനസ്സിലായില്ലേ? അതിനാണ് ഈ M എന്ന് പറഞ്ഞ് നിങ്ങൾ പറയുന്ന ഈ RSSന്റെ നേതാവിന് ഇവിടെ എൻ്റെ വീടിനടുത്ത് 4 ഏക്കർ സ്ഥലവും ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പോൾ ഇവരൊക്കെ എല്ലാം ഒന്നാണ്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വാദിക്കാനൊന്നും പോകരുത്. എല്ലാം ഒന്നാണ്, മനസ്സിലാക്കിയോ? എൻ്റെ വീടിനടുത്താണ് 4 ഏക്കർ സ്ഥലം കൊടുത്തത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഈ പരിശീലിപ്പിച്ച പിള്ളേർക്കൊന്നും പണിയില്ലാതായി. മനസ്സിലായില്ലേ? ഇപ്പോൾ കൊലപാതകം നടത്താൻ വേണ്ടിയിട്ട് വിടാൻ പറ്റില്ല, കാരണം കൊലപാതകം എല്ലാം അവസാനിപ്പിച്ചു. അങ്ങനെ വന്നപ്പോൾ ഇവർ വെറുതെ ഇരിക്കുന്ന സ്വർണം പൊട്ടിക്കൽ എന്ന് പറഞ്ഞൊരു സാധനത്തിലേക്ക് അവരിറങ്ങി. അതുവരെ സ്വർണം കടത്തായിരുന്നു. ഈ കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം പൊട്ടിച്ചു കൊണ്ടുപോകുന്നതാണ് സ്വർണം പൊട്ടിക്കുക. അതിന്റെ നേതാവായിട്ടാണ് അർജുൻ ആയങ്കി വന്നത്. യാതൊരു മുതൽ മുടക്കൂല. പൈസ വേണം. അതെ, ഇത് വേണ്ട. അങ്ങനെയാണ് അയാൾ വരുന്നത്. മനസ്സിലായില്ലേ? അയാളെ കുറെ കാലം ആദ്യത്തെ ഘട്ടത്തിൽ കുറെ കാലം RSSകാർക്ക് എതിരായിട്ടൊക്കെ ആക്രമണത്തിനൊക്കെ അയാളെ വിട്ടിരുന്നു. പക്ഷെ അതിനുശേഷം അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സ്വർണം പൊട്ടിക്കലിലേക്ക് അവർ പോയി. അവരതിനകത്ത് കോടീശ്വരന്മാരായി. ആ കോടീശ്വരന്മാരായിട്ടുള്ള അവരുടെ പണത്തിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നല്ലൊരു പങ്ക് CPM-ന് തന്നെയാണ് തിരിച്ചു കൊടുത്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം RSSനെ സംബന്ധിച്ചിടത്തോളം RSSകാർക്ക് ഇങ്ങനെ സ്വർണം പൊട്ടിച്ചൊന്നും കാശുണ്ടാക്കേണ്ട കാര്യമില്ല. അവർക്ക് കോടികൾ കാശുള്ളതുകൊണ്ട് അവർ വേറെ പണി നോക്കിയുള്ളൂ. ഇവിടെ CPM-ന് അങ്ങനല്ല. CPM-ന് ഇതുപോലുള്ള പാർട്ടിയുടെ രക്തസാക്ഷികളെ സംരക്ഷിക്കൽ, ജയിലിൽ കിടക്കുന്ന പ്രതികളുടെ സംരക്ഷിക്കൽ, അവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കൽ, പിള്ളേരെ പഠിപ്പിക്കൽ, ഇതിനെല്ലാം ഒരുപാട് പൈസ വേണം. ആ ചെലവ് ഇങ്ങനെ സ്വർണം പൊട്ടിക്കുന്നതിൽ നിന്ന് ഒരു പങ്കായിട്ട് അവർ പാർട്ടിക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇതെല്ലാം വിവരമാണ്. നിങ്ങൾ ചോദിച്ച പോലെ എല്ലാം വിവരങ്ങളാണ്. അപ്പം അതുകൊണ്ടാണ് പാർട്ടി നേതാക്കന്മാർ വന്ന് വിമർശിച്ചു എന്ന് വരുത്തി പോകുന്നത്. അതുകൊണ്ടാണ് P ജയരാജൻ വിമർശിക്കാതെയും പോകുന്നത്. കാരണം ഇത് ഏറ്റവും കൂടുതൽ നടന്നത് ഈ 2012 മുതൽ 2019 വരെ P ജയരാജൻ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്താണ്. P ജയരാജൻ വളർത്തിക്കൊണ്ടുവന്ന ഇവരാണ് ഈ പണി മുഴുവൻ ചെയ്തത്. P ജയരാജനോടെ പാലിയേറ്റീവ് കെയർ മറ്റേ മറിച്ച് എന്നൊക്കെ പറഞ്ഞ് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ പണം മുഴുവൻ ഈ സ്വർണം പൊട്ടിക്കലിൽ നിന്നും സ്വർണ്ണക്കടത്തിൽ നിന്നുമാണ് എന്നാണ് വിവരം. അങ്ങനെ വന്ന് ഇയാൾ വലിയ നേതാവായിട്ട് വളരുന്നു എന്നുള്ളൊരു നിലയിലേക്ക് വന്നു. പിണറായി വിജയൻ പോലും ഇത് വെല്ലുവിളിയായി. അങ്ങനെയാണ് ഇയാളെ പൂഴ്ത്തിക്കൊണ്ട് പാട്ടൊക്കെ മറ്റേ പൊൻതാരകം P ജയരാജൻ എന്നൊക്കെ പാട്ടൊക്കെ ഇറങ്ങി. അപ്പം അങ്ങനെ വന്നു പിണറായിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം ആരുടെയും കയ്യിൽ കിട്ടാതെ ഇയാൾ പോകണമെന്ന് തോന്നുന്നു. അങ്ങനെ വന്നപ്പോഴാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇയാളെ സ്ഥാനാർത്ഥിയാക്കി പിണറായി ഇങ്ങോട്ട് വിട്ടു, വടകരയിലേക്ക് വിട്ടു. MP ജയരാജനെ ഇയാളുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. ആ സ്ഥാനത്ത് രാജിവെപ്പിച്ചിട്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി. അപ്പോൾ പിണറായിക്കറിയായിരുന്നു വടകര തോക്കുന്നു. അങ്ങനെ വടകര തോറ്റു. വടകര തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് മത്സരിച്ച മറ്റ് ജില്ലാ സെക്രട്ടറിമാർക്കെല്ലാം സ്ഥാനം തിരിച്ചു കൊടുത്തെങ്കിൽ ഇയാൾ സ്ഥാനം തിരിച്ചു കൊടുത്തില്ല. അങ്ങനെയാണ് പിണറായി വിജയൻ വാളുമായിട്ട് ഇറങ്ങി ഇയാളെ ഒതുക്കിയത്. അത് ഒതുക്കിയില്ലായിരുന്നെങ്കിൽ ഇത് പിണറായി മുകളിൽ പോയാൽ പോയാൽ. അപ്പോൾ ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ അർജുൻ ആയങ്കി, അതുപോലെ തന്നെ ആകാശ് തില്ലങ്കേരി, ഇവരൊക്കെയാണ് ഈ PJ ആർമി എന്നും പറഞ്ഞിട്ട് ഇയാളെ അവിടെ കംപ്ലീറ്റ് പുകഴ്ത്തിക്കൊണ്ടിരുന്നത് സോഷ്യൽ മീഡിയ. അപ്പം ആത്യന്തികമായി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരെല്ലാവരും, ഈ അർജുൻ ആയങ്കിയും ആകാശ് തില്ലങ്കേരിയും ഈ സെറ്റുകാരെല്ലാം CPM-ന്റെ ജീർണമായിട്ടുള്ള നയങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ കൂടുതൽ ദീർഘിപ്പിച്ച് പോകാതെ നമുക്ക് ഒരു കാര്യം പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബന്ധം പുറത്തു കൊണ്ടുവരൽ UDF സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. UDF സർക്കാർ ഈ ആയങ്കിമാരെ ഒക്കെ പിടിച്ചിട്ട് അവരിൽ നിന്ന് ഈ പാർട്ടി ബന്ധം പുറത്ത് കൊണ്ടുവരണം. അതിനുള്ള പണി ഇവർ ചെയ്യണം. ആ പണി ഇവർ ചെയ്യുമല്ലോ എന്നുള്ളത് എനിക്കറിയത്തില്ല. എന്തായാലും ഇത് CPM ആണ് ഇതിൻ്റെ പുറകിൽ. CPM ആണ് ഇവരെ വളർത്തിയെടുത്തിട്ടുള്ളത്.
CPM ആണ് ഇപ്പോഴും ഇവർക്ക് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്ക് CPM പോലീസ് സംവിധാനത്തിൻ്റെ വലിയ പിന്തുണ ഉണ്ട്. അല്ല, അത് താങ്കൾ വിശ്വസിക്കുന്നുണ്ട്? അത് എറണാകുളത്ത് നിന്ന് കണ്ണൂർ വരെ സുരക്ഷിതനായ റോഡ് മാർഗം എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു അലർട്ട് കൊടുക്കുമ്പോൾ ഇയാൾ രക്ഷപ്പെട്ടു പോകും നമുക്ക് ആർക്കാ കരുതാം? അതാണ് പോലീസിന്റെ 100%. ഇപ്പൊ ലേറ്റസ്റ്റ് ഇപ്പോൾ പോലീസ് നിലവരുന്ന വിവരം എന്ന് പറഞ്ഞാൽ ഇവർ 5-ാം തീയതി മുതൽ കണ്ണൂരുണ്ടായിരുന്നതാണ്. 5-ാം തീയതി മുതൽ കണ്ണൂരുണ്ടായിരുന്ന വിവരം. 2 ഇവൻ ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഡെലീറ്റ എന്ന് പറഞ്ഞ അഭിഭാഷകരുടെ വീട്ടിലേക്ക് വരുന്നത്. ഇവനെ അറസ്റ്റ് ചെയ്യാൻ വരുന്ന രാത്രി 8:30. 5 മണിക്കൂർ അവനവിടെ ഉണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇവൻ ഈ പണി ചെയ്തത് മുഴുവൻ CPMന് വേണ്ടിയാണ്. ഇവനീ ചെയ്ത പണിയിൽ നല്ല പങ്ക് പണവും CPMനേക്ക് പോയിരിക്കുന്നതാണ് എന്നുള്ളതാണ് CPM നേതാക്കന്മാരുടെ ആശങ്കയും. ഇതാണ് ഇവൻ്റെ ധൈര്യവും. മനസ്സിലായി? അതുകൊണ്ട് തന്നെ ഇവൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് അതാത് സമയത്ത് CPM മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് പോലീസുകാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ADGP ലോ ആൻഡ് ഓർഡർ ആയിട്ടുള്ള P. വിജയനും സെറ്റുകാർക്കും ഒക്കെ ഉള്ള വെല്ലുവിളി എന്ന് പറയുന്നത് ഇവൻ്റെ നീക്കങ്ങൾ CPM അറിയാതിരിക്കുകയും CPMും ഇവനും തമ്മിലുള്ള ബന്ധം പുറത്തു കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ്. അത് അവർ എത്രത്തോളം ചെയ്യുന്നോ അതായിരിക്കും ഇതിനകത്തുണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ നേട്ടം. അത് എത്രത്തോളം ചെയ്യാൻ പോകുന്നുള്ളത് കാലം തെളിയിക്കുകയുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ADGP P. വിജയൻ്റെ നേതൃത്വത്തിൽ അതിന് കഴിഞ്ഞേക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അവനെ പിടിക്കുന്നതിൽ വലിയ പങ്കാളിയാണ് അനുഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ 500 ഗുണ്ടകളെയൊക്കെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പണിയല്ല. അല്ല, അവിടെ ഈ ഒരു അർജുൻ ആയെങ്കിൽ കൊണ്ട് വിഷയം തീരുന്നില്ലല്ലോ. കാരണം ഇന്നലെ തന്നെ SFIയുടെ ഒരു സമരം കണ്ടു. ആ SFIയിൽ പറയുന്നത് VD സതീശ തെമ്മാടി എന്നാണ്. അത് മുഖ്യമന്ത്രി സംബോധന ചെയ്യുന്നത് അങ്ങനെയാണ്. അതുമാത്രമല്ല, പോലീസ് മെനഞ്ഞൊരു DYFI ഒരു സമരത്തിനിടയിൽ ഒരു വനിതാ പോലീസുകാരിയെ ഒരു DYFIക്കാരൻ അങ്ങോട്ട് ചെന്ന് ഇടിച്ചിട്ട് വെല്ലുവിളിക്കുകയാണ്. പോലീസുകാർ കാഴ്ചക്കാരായി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു അർജുൻ ആയെങ്കിൽ കൊണ്ട് ഈ വിഷയം തീരുമോ? അല്ല, ഞാൻ പറഞ്ഞത് അതെല്ലാം അപ്പുറത്തേക്ക്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ലെവലിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ സ്വർണ്ണക്കള്ളക്കടത്തും സ്വർണം പൊട്ടിക്കലും ഒക്കെ നടത്തുന്ന CPMന്റെ ഗുണ്ടകളെ എല്ലാവരും പിടിക്കണം. ഉടനെ തന്നെ ആകാശ് തില്ലങ്കേരി പിടിക്കണം. അവൻ ഇവൻ്റെ അച്ഛനാണ് ആകാശ് തില്ലങ്കേരി. അയാളെ പിടിക്കണം. അപ്പം ആദ്യമായി ചെയ്യേണ്ടത് എന്താണ്? ഇതുപോലെയുള്ള വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവന്മാരെ എല്ലാം സമയബന്ധിതമായി പിടിക്കണം. ഈ ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന് പറയുന്നത് ഇനി ചിലപ്പോൾ സഹായമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചുരുങ്ങിയ 3 മാസങ്ങൾ കൊണ്ട് പോലീസിനോടുള്ള കാഴ്ചപ്പാടിൽ മാറ്റം വന്നു. അത് നമുക്ക് രമേശ് ചെന്നിത്തലയെ നമുക്ക് ഒരു കാരണവശാലും അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അയാളുടെ ഭാഗത്ത് പല വീഴ്ചകളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ പോലീസ് എന്ന് പറഞ്ഞൊരു മർദ്ദനോപകരണമല്ലെന്നും പോലീസിന് ജനസേവനത്തിനുള്ളൊരു സാധനമാണെന്നുള്ളൊരു തോന്നൽ കൊണ്ടുവരാൻ വേണ്ടി അയാൾക്ക് ഈ തൂഫാനിലൂടെ ആയാലും ഈ ഓപ്പറേഷൻ ഗ്രൂപ്പിലൂടെ ആയാലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ P. വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ADGPക്ക് വലിയ പങ്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ വലിയ മാറ്റം കേരളത്തിൽ ആ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ CPMനകത്തുള്ള ഈ സ്വർണം പൊട്ടിക്കൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്ന സെറ്റുകാരെ എല്ലാം സമയബന്ധിതമായി എത്രയും പെട്ടെന്ന് ആകാശ് തില്ലങ്കരിയാണ് അടുത്തതായിട്ട് പോക്കേണ്ടത്. അപ്പോൾ ആ നിലയിൽ പോയാൽ അത്തരത്തിലുള്ളൊരു ആത്മധൈര്യം ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. അത് ഈ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് 10-26 പേർ അകത്തായപ്പോൾ ഞാൻ കരുതി ഒരു വിധത്തിൽ ഇവന്മാർ ഒതുങ്ങിക്കാണുമെന്നാണ്. പക്ഷേ അത് ഒരാഴ്ചത്തെ ഒരു ഇടവേള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നടക്കുന്ന ഈ DYFI SFI സമരങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതായത് ഇന്നലെ മുഖ്യമന്ത്രിയെ വിളിക്കുന്നത് VD സതീശ തെമ്മാടി എന്ന് ഒരു ഞരുന്ന് പോലുള്ളൊരു പയ്യൻ വിളിക്കുകയാണ്. അപ്പോൾ ഇവരെയൊക്കെ പ്രോത്സാഹനം നൽകുന്നവരാണ്. ഭരണം ഇവർക്ക് ഇല്ലാതിരുന്നിട്ട് പോലും ഈ പ്രായത്തിലുള്ള കുട്ടികളെ വഴിതെറ്റിക്കുന്നതാരാണ്? അവരെ ഇത്തരത്തിൽ എരികേറ്റി സർക്കാരിനെതിരെയും ഭരിക്കുന്ന മന്ത്രിമാർക്കെതിരെയും അവർക്ക് വിമർശിക്കാം, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായ രീതിയിൽ എന്തും പറയാം. പക്ഷേ അദ്ദേഹത്തെ തെമ്മാടി എന്നൊക്കെ വിളിക്കുമ്പോൾ അത് പിണറായി വിജയനെയാണ് വിളിച്ചിരുന്നെങ്കിൽ ഇവർ വെച്ചിരിക്കുമായിരുന്നു. ഇന്ന് വിളിച്ചവൻ ഇന്നിപ്പോൾ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ പിണറായി വിജയനായിരുന്നാലും ശരി, അത് VD സതീശനായിരുന്നാലും ശരി, ആരായിരുന്നാലും ശരി, അങ്ങനെ ഒരു വിദ്യാർത്ഥി സംഘടനയിലെ ഒരു പ്രവർത്തകൻ ഇത്തരത്തിൽ പരസ്യമായ ഒരു മുഖ്യമന്ത്രിയൊക്കെ എങ്ങനെ വിളിക്കുമ്പോൾ അവൻ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ അവൻ കുറച്ചുകൂടി വളർന്നു വരുമ്പോൾ അവൻ എന്താകുമെന്ന് കൂടി ചിന്തിക്കണം. ഇത് മാത്രമല്ല, ഈ DYFI SFI പ്രവർത്തകരെ ഇത്രയധികം വിമർശിക്കുന്നത് അത് ഇതുകൊണ്ട് തന്നെയാണ്, അവരുടെ ഒരു ശൈലി കൊണ്ട് തന്നെയാണ്. ഇത് വളർത്തിക്കൊണ്ട് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് സമൂഹവും ഈ പറയുന്നത് പോലെ പോലീസുമാണ്. ഷാജൻ സാർ പറഞ്ഞതുപോലെ ഒരു കാര്യം നമുക്ക് പറയാതെ വയ്യ. കാരണം കഴിഞ്ഞ 3 മാസം കൊണ്ട് പോലീസിനുള്ള സമീപനത്തിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് ജനങ്ങൾക്ക്. പോലീസ് തങ്ങളെ സംരക്ഷിക്കാനുള്ളവരാണ് എന്നുള്ളൊരു തോന്നൽ പലർക്കും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ മെയ് 4 മുമ്പ് വരെ ആ ഒരു
രീതിയല്ലായിരുന്നു കഴിഞ്ഞ 10 വർഷങ്ങൾക്കിപ്പുറം നടന്നത്. എന്തായാലും ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പൂട്ട് വീണിട്ടില്ലെങ്കിൽ അത് ഇനിയും ഈ നാട്ടിൽ അശാന്തി ഉണ്ടാക്കുമെന്നുള്ളൊരു കാര്യത്തിൽ തർക്കമില്ല. അതിന് ഒരു ആർജവമുള്ള ഒരു ആഭ്യന്തരമന്ത്രിയും അതുപോലെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന DGP വിജയൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു അന്ത്യം നമുക്ക് പ്രതീക്ഷിക്കാം.